എല്ലാവർക്കും ഗളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രാമനും മാഷും കൂടെ സംസാരിക്കുകയാണ്. ഇഷിതയുടെയും മഹേഷിൻ്റെ കാര്യം തന്നെയാണ്. പ്രിയാമണിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നു. മാഷ് പറയുന്നു, എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും ആരും ഇല്ലാതായി, ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, ഇതിനൊരു അവസാനം വേണമെന്നൊക്കെ മാഷ് പറയുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ രാമൻ പറയാണ്, എന്തായാലും ഒരു കാര്യം ചെയ്യുക, അവർ നമുക്കൊരു ട്രിപ്പ് വിടാം എന്ന് പറയുന്നു. അപ്പം മാഷ് പറയുന്നു, അതിനവർ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ സമ്മതിപ്പിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ രാമൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ സ്വപ്നവല്ലിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മഹേഷിന് ഇപ്പോഴും രചനയാണ് ഇഷ്ടമുള്ളത്. കാരണം രചന വയ്യാതായപ്പോൾ മഹേഷാണ് പോയതും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയതും കൂട്ടിരുന്നതോ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുപോയിട്ടെന്നൊക്കെ പറയുന്നു. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ രചന തന്നെയാണെന്ന് സ്വപ്നവല്ലിയോട് പറയുന്നു. അങ്ങനെ സ്വപ്നവല്ലി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സ്വപ്നവല്ലി ആവുകയാണ്. അതാണ് മഞ്ജിമയ്ക്കും വേണ്ടിയിരുന്നത്. പിന്നീട് നമ്മുടെ ഇഷിതേനെയും മഹേഷിനെയും രാമൻ വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വരുന്നു. അന്നേരം അവരോട് പറയുന്നു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറയാൻ പറയുന്നു. അപ്പം ഇവരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുകയാണ്. കാരണം സ്വപ്നവല്ലി ആരെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പം മഹേഷ് പറയും, അമ്മ കേൾക്കാൻ പാടില്ലല്ലേ, അതുകൊണ്ടല്ലേ എന്ന് പറയും. അതേന്ന് പറയും. അങ്ങനെ അവരോട് പറയണം, നിങ്ങളെന്തായാലും എനിക്ക് വാക്ക് തരാൻ പറയും. അപ്പോൾ അവർ പറയും, അച്ഛൻ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കുക എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ രാമൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു 5 ദിവസത്തെ ട്രിപ്പ് പോകണം, അതിന് വേണമെങ്കിൽ ഹണിമൂൺ ട്രിപ്പെന്നോ എവിടെ എന്ത് വേണേലും പറയാം, കൊടൈക്കനാലോ ഊട്ടി അതോ ദൂരെ യാത്ര എവിടെയെങ്കിലും ലീവ് എടുത്ത് പോകണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മഹേഷിനോട് ചോദിക്കും. മഹേഷ് പറയും, നീ പറയാൻ പറയും ഇഷിതയോട്. അപ്പോൾ ഇഷിത പറയും, മഹേഷ് പറയാൻ പറയും. അപ്പം മഹേഷ് പറയും, നീ അല്ലേ പറയേണ്ടതെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, ഓക്കെ സമ്മതിക്കാമെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നത്. ചിപ്പി വരുമ്പോൾ പറയും, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു കള്ളച്ചിരി എന്ന് പറയും. അപ്പോൾ രാമൻ പറയും, അവരൊരു ടൂറ് പോവുകയാണെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, എനിക്ക് മോളില്ലാതെ വരാൻ പറ്റത്തില്ല, മോളെയും കൊണ്ടുപോകണമെന്ന് പറയും. അപ്പം ചിപ്പി പറയും, ഇല്ല. അപ്പം രാമൻ ചിപ്പീനെ കണ്ണ് കാണിക്കും, പോകരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിപ്പി മോള് പറയും, ഞാനും തമ്മിലല്ലല്ലോ വഴക്ക്, നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്, അപ്പം നിങ്ങൾ രണ്ടുപേരും പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ചിപ്പി മോള് ഇല്ലാത്ത യാത്രയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആദ്യമാണ് കാണിക്കുന്നത്. ആദ്യം ഇങ്ങനെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് മേനോൻ വന്നിട്ട് വഴക്ക് പറയുന്നത്, എന്താടാ മൊബൈൽ കളിക്കുന്നത്, നിൻ്റെ അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പം നിൻ്റെ അമ്മ മറ്റവനുമായിട്ട് സുള്ളിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം ചോദിക്കും, അതിന് നിങ്ങൾ എൻ്റെ അമ്മയുടെ ആരാന്ന് ചോദിക്കും. പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ആകാശ് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ആകാശ് പറയും, എനിക്കൊരു കോഫി വേണം, നീ ഇട്ട് തരണം എന്ന് പറയും. അപ്പോൾ ആദ്യം പറയും, എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, പാലും വെള്ളവും എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കാപ്പിപ്പൊടി ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ ആദ്യം പോയി കാപ്പി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ മഹേഷിനെ പറ്റി ഇഷിതയെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. ആദ്യം വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കോഫി ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന സമയത്ത് നമ്മുടെ ആദിയിലെ കയ്യിലേക്ക് ഈ കോഫി വീഴും, കൈ പൊള്ളും. അപ്പോൾ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ അമ്മ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ആ സമയത്ത് ആകാശോടെ ഇടാന്നും പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.